ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ടെന്നീസ് ഓപ്പൺ ആണ് കേട്ടോ. ടെന്നീസ് ഓപ്പൺ ടൂർണമെൻ്റ് ആണ് ഇന്ന് നോക്കുന്നത്. 2024 2023 ആർക്കൊക്കെയാണ് വിന്നേഴ്സ്, മെൻസും പിന്നെന്താണ് വുമൻസും, ആരൊക്കെയാണ് സിംഗിൾസിൽ ആരൊക്കെയാണ് നമ്മൾ വിൻ ചെയ്തെന്നുള്ളതാണ് നോക്കുന്നത്. ഒരു കോഡ് വെച്ച് നമുക്ക് സെറ്റാക്കിയിട്ട് നമുക്ക് നോക്കാമേ. അപ്പോൾ നോക്കാം. നമ്മുടെ 4 ടൂർണമെൻറ്റ്സ് ആണ് ശരിക്കും ഒരു വർഷം നടക്കുന്നത്. ടെന്നീസ് ടൂർണമെൻറ്റ് 4 എണ്ണമാണ് ഒരു വർഷം നടക്കുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ആ 4 എണ്ണം? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ ഓപ്പൺ, പിന്നെന്താണ് US ഓപ്പൺ. അപ്പം ഇത്രയും ഓപ്പൺസ് ആണ് ഒരു വർഷം നടക്കുന്നത്. 4 ഓപ്പൺസ് ആണ് കേട്ടോ. ഓസ്ട്രേലിയൻ, ഫ്രഞ്ച്, വിംബിൾഡൺ, US മറക്കരുതേ. അപ്പം ഇത്രയും ഓപ്പൺസ് ടെന്നീസാണ് ഒരു വർഷത്തിൽ നടക്കുന്നത്. ടെന്നീസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ടൂർണമെൻ്റ് എന്ന് പറഞ്ഞ് ഒരു വർഷം നടക്കുന്നത്. ഓക്കെ ആണേ. ഈ ആദ്യം നടക്കുന്നത് ഏതാണെന്നറിയാമോ? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യം നടക്കുന്നത്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ആദ്യം നടക്കുന്നത്. അവസാനം നടക്കുന്നത് ഏതാണ്? US ഓപ്പൺ ആണ്. US ഓപ്പൺ ആണ് അവസാനം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മുടെ ഫസ്റ്റ് ജനുവരി മാസം ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും നടന്നായിരുന്നു. ഇപ്പം നടന്നു കഴിഞ്ഞത് US ഓപ്പൺ ആണ് നടന്നു കഴിഞ്ഞത്. ഓക്കെ, ഇനി ഇടയ്ക്ക് നടക്കുന്ന ഏതാണ്? ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും. അതേപോലെ തന്നെ പ്രത്യേകതയാണ് ഈ ഫ്രഞ്ച് ഓപ്പൺ. ഇതെല്ലാം ഒരു കോർട്ടിലല്ലേ നടക്കുന്ന ടെന്നീസ്. ഈ കോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡണും USഉം നമ്മൾ ഗ്രാസ് കോർട്ടിലാണ് നടക്കുന്നത്. ഓക്കെ, ഗ്രാസിൻ്റെ കേട്ടോ, ഗ്രാസ് കോർട്ടിലാണ് നടക്കുന്നത്. പക്ഷെ ഫ്രഞ്ച് ഓപ്പൺ മാത്രം ഏത് കോർട്ടിലാണ് നടക്കുന്നത്? ക്ലേ കോർട്ടിലാണ്, കളിമൺ കോർട്ടിലാണ് നടക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ മാത്രം കളിമൺ കോർട്ടിലാണ് നടക്കുന്നത്, ക്ലേ കോർട്ടിലാണ് നടക്കുന്നത്. ഓക്കെ ആണേ. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ ഫ്രഞ്ച് ഓപ്പണ് ഈ മറ്റുള്ള ഗ്രാസ് ഓപ്പണിൽ കിട്ടിയവർക്ക് ഫ്രഞ്ച് ഓപ്പണിൽ കിട്ടണം എന്നില്ല. ഓക്കെ, റാഫേൽ നദാലിനൊക്കെ ആയിരുന്നു തുടർച്ചയായിട്ട് ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിരുന്നത്. ഈ ക്ലേ കോർട്ടിൽ നടക്കുന്ന ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിരുന്നത്. അപ്പോൾ ഗ്രാസ് കോർട്ടിൽ നടക്കുന്നവർക്ക് ഫ്രഞ്ച് ഓപ്പണിൽ കിട്ടണമെന്നില്ല. ഓക്കെ, എങ്കിലും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുള്ള പ്രത്യേകത പറഞ്ഞു എന്നേ ഉള്ളൂ ഫ്രഞ്ച് ഓപ്പണിൻ്റെ. അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത് എവിടെയാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചത്? റോളാൻഡ് ഗാരിയോസിൽ നടക്കുന്ന ഓപ്പൺ ഏതാണെന്നാണ് അന്ന് ചോദിച്ചത്. ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ് കേട്ടോ. റോളാൻഡ് ഗാരിയോ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഏത് നടക്കുന്നത്? ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ എല്ലാ ഓപ്പണും ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ഫസ്റ്റ് നടക്കുന്ന ഏത് ഓപ്പൺ ആണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കിത് കോഡ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം ഇതിൻ്റെ വിന്നേഴ്സ്. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഓസ്ട്രേലിയൻ ഓപ്പണും പിന്നെന്താണ് US ഓപ്പൺ. ആദ്യവും അവസാനവും അവർ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. 2024 ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഈ വർഷത്തെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും ആദ്യവും അവസാനവും അത് സെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തുവാണ്. അറിയാമോ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തുവാണ്. ആരെയാണ്? ജാനിക് സിന്നറിനെ കുറിച്ച്. ഇപ്പം നന്നായിട്ട് കളിച്ച് വരുന്ന ഒരു താരമാണ് ജാനിക് സിന്നർ. ഓക്കെ, ജാനിക് സിന്നർ. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് ഈ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട് റോജർ ഫെഡറിനെ അറിയാം. പിന്നെ ആരാണ്? നോവാക് ജോക്കോവിച്ചിനെ അറിയാം. അങ്ങനെ കുറേ താരങ്ങളെ അറിയാം. റോജർ ഫെഡറലുണ്ട്, നദാലുണ്ട്, അങ്ങനെ കുറേ താരങ്ങളറിയാം. പക്ഷേ ഈ ജാനിക് സിന്നർ കേട്ടിട്ടില്ലായിരുന്നു. അപ്പം ഇപ്പം 2 ഗ്രാൻഡ് സ്ലാം കിരീടമാണ് ജാനിക് സിന്നർ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയനും USഉം ആദ്യവും അവസാനവും നടന്ന കിരീടം നേടിയതാണ്. മെൻസിന് കിരീടം നേടിയതാണ് ജാനിക് സിന്നറാണ് മെൻസിൽ കിട്ടിയത്. 2 കിരീടമാണ് കിട്ടിയത്. ഓക്കെ, ഓസ്ട്രേലിയൻ ഓപ്പണും കിട്ടി, US ഓപ്പണും കിട്ടി. അപ്പോൾ അയാളെ അറിയാമോ നമ്മൾ പരിചയപ്പെടുത്തുവാണ്. എന്താണ്? ജാനിക് സിന്നർ. അപ്പോൾ അറിയാമോ എന്ന് പരിചയപ്പെടുത്തുന്ന വുമൺ ആണ് കേട്ടോ. അരിയാന സെബലിങ്ക. പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. വുമൺ എങ്ങനെയാണ്? അരിയാന സെബലിങ്ക. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ US ഓപ്പണും അരിയാന സെബലിങ്കയ്ക്ക് തന്നെയാണ് കിട്ടിയത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ 2 ഓപ്പൺ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും. ജാനിക് സിന്നർ, മറക്കരുത് ആ പേര് കേട്ടോ. ജാനിക് സിന്നറും അരിയാന സെബലിങ്കയും. US ഓപ്പണും ജാനിക് സിന്നറും അരിയാന സെബലിങ്കയും. അപ്പോൾ 2 ഓപ്പൺ ക്ലിയർ ആയി. 2024 ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ഈ 2023 ഈ US ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും കിട്ടിയത് ആർക്കൊക്കെയാണ്? അപ്പം ഈ അരിയാന പരിചയപ്പെടുത്തിയത്
നൊവാക്കിനെയാണ് കേട്ടോ. ഈ അറിയാമോ എന്ന് വെച്ചിട്ട് പരിചയപ്പെടുത്തിയ ആരെയാണ്? നൊവാക്കിനെ. അതുകൊണ്ട് തന്നെ നൊവാക്കിനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ചിനെ എന്തിനൊക്കെയാണ് 3 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് അന്ന് കിട്ടിയത്. ഓക്കെ, കഴിഞ്ഞ വർഷം 2023-ൽ 3 കിരീടം സ്വന്തമാക്കിയത് ആരാണ്? മെൻസ് ആണ് കേട്ടോ പറയുന്നത്. നൊവാക് ജോക്കോവിച്ച് ആണ്. ഏതൊക്കെ കിരീടങ്ങളാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, പിന്നെ ഏതാണ്? US ഓപ്പൺ. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ. അപ്പം അങ്ങനെ 3 കിരീടങ്ങളും നേടിയ നൊവാക്കിനെയാണ് അറിയാമോ എന്ന് പറഞ്ഞ അരിയാന സെബലിങ്ക പരിചയപ്പെടുത്തിയത്. അപ്പം അരിയാന സെബലിങ്ക ഏതാണ്? വുമൺ ആണ് കേട്ടോ. US, പക്ഷേ ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമേ ഹരിയാനയ്ക്ക് കിട്ടിയുള്ളൂ. ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമേ ഹരിയാനയ്ക്ക് കിട്ടിയുള്ളൂ. ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രമേ ഹരിയാനയ്ക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, പക്ഷെ ഈ വർഷമോ ഹരിയാനയ്ക്ക് 2 കിരീടങ്ങളാണ് കിട്ടിയത്. ഏതൊക്കെയാ? ഓസ്ട്രേലിയൻ ഓപ്പണും ആദ്യം നടക്കുന്നതും US ഓപ്പണും അവസാനം നടക്കുന്നതും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അത്രയും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്രഞ്ച് ഓപ്പണിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ആർക്കൊക്കെയാണ് കിട്ടിയത്? കാർലോസ് ആണ് കിട്ടിയത്. 2024-ലും കാർലോസിന് കിട്ടി. 2024 മെൻസിന് ഫ്രഞ്ച് ഓപ്പണിനും കിട്ടി, വിംബിൾഡണിനും കിട്ടി. ഫ്രഞ്ച് ഓപ്പണിനും കിട്ടി, വിംബിൾഡണിനും കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് അതൊരു ക്ലൂ വെച്ചിട്ട് നമ്മൾ ഓർത്തിരിക്കുക. എന്താണ് ഈ നമ്മൾ കാറിൽ പോകുന്നതേ, നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാനൊക്കെ നമ്മൾ കാറിൽ പോകും അല്ലേ? ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ നമ്മൾ കാറിൽ പോകും. ഫ്രഞ്ച് ഫ്രൈസ് നല്ല സ്വാദല്ലേ ആണ് അല്ലേ? അപ്പം നല്ല സ്വാദാണ്. ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ നമ്മൾ കാറിൽ പോകും അല്ലേ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഫ്രഞ്ച് ഓപ്പൺ, കാർലോസ് കാറിൽ പോവും. എന്താ? നല്ല സ്വാദാണ്. വുമൺ ആരാണ് കിട്ടിയത്? ഇഗ സ്വേടെക്കിനാണ് എന്താണ് വുമണിന് കിട്ടിയത്? ഇഗ സ്വേടെക്. മറക്കരുത് കേട്ടോ. ഫ്രഞ്ച് ഓപ്പൺ ഇഗ സ്വേടെക്. അപ്പം മെൻസ് ആരാണ്? കാർലോസ് അൽക്കാരസ്. ഓക്കെ ആണേ അത്രയും. അതേപോലെ തന്നെ 2024 വിംബിൾഡൺ ആർക്കാണ് കിട്ടിയത്? കാർലോസ് അൽക്കാരിയോസിനും വുമണിന് ആരാണ്? ബാർബോറ ക്രെജിക്കോവയ്ക്കാണ് കിട്ടിയത്. അപ്പം നോക്കിക്കേ, ഈ ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാൻ കാറിലല്ലേ പോയത്? ആണ്. അപ്പം ഈ ബാറിൽ പോയതും എന്താണ്? കാറിലാണ് പോയത് കേട്ടോ. അപ്പം ഈ വർഷം നമ്മൾ ബാറിലാണ് പോയത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷമോ മാർക്കറ്റിലാണ് കാറിൽ പോയത്. ഓക്കെ, കഴിഞ്ഞ വർഷം മാർക്കറ്റിലാണ് കാറിൽ പോയത്. ഈ ബാറിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ഈ ചിലരെ കണ്ടിട്ടില്ലേ, ഈ എന്താണ് മദ്യപിച്ചൊക്കെ കഴിയുമ്പോൾ ഈ വിമ്മി കരയാറുണ്ട് അല്ലേ? വിമ്മി കരയാറുണ്ട്. അതായത് വിംബിൾഡൺ. ഈ പ്രാവശ്യം കാറിൽ പോയത് ബാറിലാണ്. ബാർബോറ ക്രെജിക്കോവ. ഓക്കെ, മെൻസും വുമൺസും ആണ് ഞാൻ പറയുന്നത് കേട്ടോ. കാർലോസും വുമൺ ആരാണ്? ബാർബോറ ക്രെജിക്കോവ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കാറിൽ പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കാർലോസ് തന്നെയായിരുന്നു. പിന്നെ എന്താണ് മാർക്കറ്റിലാണ് പോയത് കേട്ടോ. മാർക്കറ്റ വോൺറോസ് വാ കേട്ടോ. അപ്പം മാർക്കറ്റേക്കാണ് കിട്ടിയത്. ഓക്കെ, മാർക്കറ്റിലാണ് പോയത്. ഇപ്രാവശ്യം ബാറിലാണ് പോയത്. ഓക്കെ, വിമ്മി കരയുമെന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ മാർക്കറ്റിലും ബാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിമ്മി കരയെന്ന് ഓർത്തോണം. അങ്ങനെ ഓർത്തുമ്പോൾ വിംബിൾഡൺ. അപ്പം കാറിലാണ് പോയത്. കാർലോസ്. ബാർബോറ ബാറിലാണ് പോയത് ഇപ്രാവശ്യം 2024. കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിലാണ് പോയത്. കാർലോസിൻ്റെ കൂടെ മാർക്കറ്റിലാണ് പോയത്, കാറിൽ കേട്ടോ. അപ്പം അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2024-ഉം 2023-ഉം വിംബിൾഡൺ നിങ്ങൾക്ക് സെറ്റായല്ലോ. ഓക്കെ, ഇനി US നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെൻസ് ജാനിക് സിന്നറാണെന്നും അരിയാന സെബലിങ്ക പരിചയപ്പെടുത്തിയായിരുന്നു. ഇനി പറയാനുള്ളത്, നമ്മൾ നോക്കിക്കേ, 2023-ൽ ആരായിരുന്നു? 23-ന് 3 ഗ്രാൻഡ് സ്ലാം കിരീടം നോക്കോവിച്ച് ആയിരുന്നു അല്ലേ? നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, പിന്നെന്താണ്? US ഓപ്പൺ. അന്ന് ഈ വിമ്മി കരയുന്ന മറ്റേ കാർലോസ് ആണ്. അന്ന് കാർലോസിലാണ് ഒരു കിരീടം, ഒരു മെൻസിന്റെ ഒരു കിരീടം. ബാക്കി 3ഉം നൊവാക്കിനാണ് കിട്ടിയത്. ഓക്കെ, അതുപോലെ ഈ US ഓപ്പൺ നൊവാക്കിനെ കിട്ടിയത് നമുക്കറിയാം. വുമൻസ് ആർക്കാണ് കിട്ടിയത്? കോക്കോ ഗോഫിനാണ് കിട്ടിയത് കേട്ടോ. 2023-ലാണ് കോക്കോ ഗോഫ്. അതൊന്ന് ഓർത്തിരിക്കും കേട്ടോ. 2023-ൽ കോക്കോ ഗോഫ്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എവിടെ കണ്ടാലും നമുക്ക് നല്ല സ്വാദാണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. 2023-ഉം 2024-ഉം ഇഗ സ്യൂട്ടെക്കിനാണ് കിട്ടിയത് കേട്ടോ. വുമൺ ഇഗ സ്യൂട്ടെക്കിനാണ് കിട്ടിയത്. അപ്പം 2023, 2024 ഇഗ സ്യൂട്ടെക്കിനാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ക്രോഡീകരിച്ച് മൊത്തത്തിലൊന്ന് പറയാം. ഒന്ന് കേട്ടിരുന്നോണേ.
2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ആർക്കാണ് കിട്ടിയത്? ജാനിക് സിന്നർ. ഓക്കെ, അതുപോലെ തന്നെ ജാനിക് സിന്നർ വുമൺ ആരാണ്? അരിയാന സെബലിങ്ക. അറിയാമോ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ജാനിക് സിന്നറിനെയാണ്, അരിയാന സെബലിങ്ക. അതുപോലെ US ഓപ്പണും അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഇപ്പം നടന്നു കഴിഞ്ഞതാണ്. ആരാണ്? ജാനിക് സിന്നറും അരിയാന സെബലിങ്കയും 2024. ഓക്കെ, ഇപ്പം രണ്ടുപേരുമാണ് ഈ 2024 US ഓപ്പണും ഓസ്ട്രേലിയൻ ഓപ്പണും കിട്ടിയത്. നെക്സ്റ്റ് നോക്കിക്കേ, ഫ്രഞ്ച് ഓപ്പൺ ആർക്കാണ് കിട്ടിയത്? കാർലോസ് അൽക്കാരിയോസ്. ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡൺ ഓപ്പണും കാർലോസ് അൽക്കാരിയോസിനാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഫ്രഞ്ച് ഓപ്പൺ ആകുമ്പോൾ നല്ല സ്വാദാണ്. അപ്പം എന്താണ്? ഇഗാ സ്വിയോടെക്. ഓക്കെ, വിംബിൾഡൺ എന്താണ്? വിമ്മി കറിയുന്നത് എവിടെയാണ്? ബാറിൽ പോകുമ്പോൾ ബാർബോറ ക്രെജിക്കോവ. കാർലോസ് അൽക്കാരിയോസ് രണ്ടിലും സെയിം ആണ്. ഓക്കെ, ഇനി 2023 കിടക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് പഠിക്കുന്നു. ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും പിന്നെന്താണ്? US ഓപ്പണും നൊവാക്കിനാണ് കിട്ടിയത്. നൊവാക്കിനാണ് 3 കിരീടങ്ങൾ സ്വന്തമാക്കിയ നൊവാക്കാണ്. അപ്പം ആരാണ് നൊവാക്കിനെ പരിചയപ്പെടുത്തിയത്? അരിയാന സെബലിങ്ക. ഓസ്ട്രേലിയയിലാണ് ആദ്യം നടക്കുന്ന, ഓസ്ട്രേലിയയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അരിയാനയാണ് പരിചയപ്പെടുത്തിയത്. അപ്പം അരിയാന സെബലിങ്ക വുമൺ, അരിയാന സെബലിങ്ക. പക്ഷേ US ഓപ്പൺ എന്താണ്? കോക്കോ ഗോഫ് ആണ് കേട്ടോ. US ഓപ്പൺ കോക്കോ ഗോഫ്. US ഓപ്പൺ 2023 കാര്യമാണ് ഞാൻ പറയുന്നത്. 2023 കോക്കോ ഗോഫിന് കിട്ടിയത്. ഓക്കെ, വുമൻസിന്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ പറഞ്ഞു കഴിഞ്ഞാൽ ഇഗാ സ്വിയോടെക്കിനെ മറക്കത്തില്ലല്ലോ, കാരണം നല്ല സ്വാദാണ്. ഫ്രഞ്ച് ഫ്രൈസിന് നല്ല സ്വാദാണ്. ഓക്കെ, അതുപോലെ 2023 ഞാൻ പറഞ്ഞു, 2024 ബാറിലാണ് പോയെങ്കിൽ 2023 മാർക്കറ്റിലാണ് കാറിൽ പോയത് അല്ലേ? മാർക്കറ്റ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺസ് കിരീടങ്ങളുടെ വിന്നേഴ്സ് പോകുന്നത്. അപ്പം നിങ്ങളുടെ ഇതിൻ്റെ രാജ്യങ്ങളൂടെ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് അതൊന്ന് നോക്കി വെച്ചേക്കോ കേട്ടോ. അങ്ങനെ കൂടെ ചോദിച്ചാൽ നമുക്ക് വിട്ടുപോകാതിരിക്കാനാണ്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കോ. ഞാൻ ജസ്റ്റ് കണക്ഷൻ കോഡ്സ് ആണ് ഉപയോഗിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.